തൃശൂർ കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റി പൂരം അലങ്കോലപ്പെട്ടതിനെ തുടർന്ന് അങ്കിത്തിനെ മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. പുതിയ പോസ്റ്റിംഗ് നൽകിയിട്ടില്ല. ആർ ഇളങ്കോ തൃശൂർ കമ്മീഷണറാകും. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി. അനന്തൻ, പൂരം കഴിഞ്ഞിട്ട് കുറേ നാളായി. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു നടപടി ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ തൃശൂർ കമ്മീഷണർ മാത്രമല്ല, തൃശ്ശൂരിലെ മേയർക്കെതിരെ അടക്കം നടപടി CPM സ്വീകരിക്കണമെന്ന് അവിടുത്തെ ഇടത് സ്ഥാനാർത്ഥിയുടേതായി ഒരു അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇപ്പോൾ ഇങ്ങനെ തിടുക്കപ്പെട്ടൊരു നടപടി, ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ തിടുക്കപ്പെട്ടുള്ള നടപടി, അതിൻ്റെ അടിസ്ഥാനം ഈ പൂരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിശോധനകളുടെ തുടർച്ചയായാണോ? രതീഷ്, തിടുക്കപ്പെട്ട തീരുമാനമല്ല. നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യം നടപ്പാക്കുക മാത്രമാണ് ചെയ്തത്. തൃശൂർ കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റിയിരിക്കുന്നു. പകരം ആർ ഇളങ്കോയെ പുതിയ കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നു. പക്ഷേ അങ്കിത് അശോകന് പുതിയ നിയമനം നൽകിയിട്ടില്ല. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഈ സ്ഥലമാറ്റത്തിന് കാരണം. തൃശൂർ പൂര അലങ്കോലമാവുകയും അതിനൊപ്പം തന്നെ ഈ കുടമാറ്റത്തിലേക്ക് സാധനങ്ങളുമൊക്കെ ആയിട്ട് വന്ന ആൾക്കാരെ തടഞ്ഞു നിർത്തുകയും അവരോട് കയർത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്ത വീഡിയോ പുറത്തു വന്നിരുന്നു. അതേ തുടർന്ന് അങ്കിത് അശോകനെ ഉടൻ തന്നെ സ്ഥലം മാറ്റാൻ അന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു. പക്ഷേ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് അനുമതി നൽകിയിരുന്നില്ല. കാരണം തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലായിരുന്നു ഈ സംഭവം നടന്നത്. അതായത് സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയ ഒന്നിപ്പോൾ നടപ്പാക്കുക മാത്രമാണ്. അസ്വാഭാവികമായോ ഇല്ലെങ്കിൽ തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് ഫലമായൊന്നും ഇതിനെ ചേർത്ത് വായിക്കേണ്ടതില്ല എന്നാണോ? തെരഞ്ഞെടുപ്പ് ഫലത്തെ ചേർത്ത് വായിക്കേണ്ട. കാരണം ഈ തൃശ്ശൂർ പൂരം അലങ്കോലമായത് വലിയ വിവാദമാവുകയും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു ഘട്ടം എത്തുകയും അന്ന് ചെയ്തിരുന്നു. അതേ തുടർന്ന് അവിടുത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സുനിൽകുമാർ അടക്കം ഈ പോലീസിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഈ കമ്മീഷണർ അങ്കിത് അശോകനെ മാറ്റാൻ തീരുമാനം അറിയിച്ചത്. പക്ഷേ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റാൻ കഴിയില്ല എന്നൊരു നിലപാടെടുത്തതുകൊണ്ടാണ് ആ നടപടി നീണ്ടുപോയത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ച ഉടൻ തന്നെ അങ്കിത് അശോകനെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പകരം നിയമനം നൽകിയിട്ടില്ല.